ഞങ്ങളപ്പം ഡെസേർട്ടിൽ നിന്ന് വന്നു. ഞങ്ങളിപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്ത് റിയാദിലേക്ക്. വണ്ടി വന്നു. വണ്ടി റോട്ടിക്കൂടി വണ്ടി വന്നു. എല്ലാവരും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഇങ്ങനെ നടുമുറ്റമുള്ള ടൈപ്പ് വീടുകൾ റിയാദ് എന്നാണ് പറയണത്. അപ്പം നമ്മൾ റിയാദ് ബൈ എലീന എയർബിഎൻബിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വേണ്ടി പോവാണ്. ഇവിടെ എല്ലാം ബിൽഡിങ്സിനും ഇങ്ങനത്തെ ഒരു പിങ്ക് പീച്ചി കളറാണ്. നല്ലൊരു ലൊക്കേഷനിൽ സിറ്റിയിൽ തന്നെ ഞങ്ങളെ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പം കയറാൻ പോവാണേ. അങ്ങനെ ഏതോ വഴി കൂടിയൊക്കെ പോകുന്നുണ്ട്. കൊച്ചുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കളിക്കുന്നത്. അയ്യോ നമ്മൾ 11 കണ്ടു. നമ്മുടെ ഡോറാണിത്. ചവിട്ടി പൊളിക്കാൻ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങള് ഐശ്വര്യമായിട്ട് കയറുകയാണ്. നാലുകെട്ട്, മൊറോക്കൻ നാലുകെട്ട്. ഇത് ഓറഞ്ച് മരത്തിൽ ഓറഞ്ച്. ഇവിടെ അല്ലല്ല, ഇന്നും ഇന്നലത്തെ പോലെ തന്നെ. ഓറഞ്ച് ഇവിടെ നമുക്ക് ഇരിക്കാൻ ചില്ല് ചെയ്യാൻ സ്ഥലമുണ്ട്. നമ്മുടെ പൂള് ചൂടാക്കുന്ന സ്വിച്ച് തന്നെ. ഇതാണ് ഇവിടുത്തെ പ്രൈം ബെഡ്റൂം. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് അടി കൂടും. ഇപ്പം നമ്പർ ഇല്ല ഇത് ഞങ്ങൾക്ക് കിട്ടും. അടുത്ത മുറിയിലോട്ട് പോവാം. ഇത് നമ്പർ 1. ഇത് ഏതാ റൂം? ബെഡ്റൂമാ. ഇത് നമ്പർ 2. കുഴപ്പമില്ല, അത്ര വൈബില്ല. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പക്ഷെ അതിന് ഇത് നമ്പർ 2. സ്വന്തമായിട്ട് പേരിട്ട് ഇത് ടോയ്ലറ്റേ ഉള്ളൂ. ഇതൊരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മൾക്ക് സ്വന്തം വാഴ. ഇങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പിൽ കയറി നോക്കണേ. ഫ്രിഡ്ജ് ഉണ്ട്. പാത്രങ്ങളൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റ്. ഇത് കൊള്ളാം. ഇതിന്റെ റൂഫും ഒക്കെ ഉണ്ടോ? അയ്യോ, ഇവിടെ ഒരു റൂം, ഒരു കോമൺ റൂം ഉണ്ട്. പക്ഷെ മുകളിൽ പോയിട്ട് വരാം. സൺബാത്ത് ചെയ്യാൻ സ്ഥലമുണ്ട്.
ഓ ഇത് നമ്പർ 3. ഇതൊക്കെ വർക്ക് ചെയ്യുമെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഇവിടെ ഇങ്ങനെ സൺബാത്ത് ചെയ്ത് വെക്കാൻ 2 കസേര, താഴത്തെ പൂളിന്റെ വ്യൂ ഉണ്ട് ഇവിടുന്ന്. ഞാൻ എടുക്കാം. അല്ല എല്ലാം ഓരോ ഡിഫറെന്റ് വൈബാ. ബാഗ് ഒരിക്കോ ഇപ്പൊ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു ഇവരുടെ കൂടെ. ഇവിടുത്തെ ടോയ്ലറ്റ് കൊള്ളാം. ഫോട്ടോ എടുക്കാം. ഇവിടെ AC ഉണ്ട്. ഇവിടെയോ എല്ലാ ബെഡ്റൂം കാണിച്ചാ ഇവിടുത്തെ ജനൽ എല്ലാരും രണ്ടുപേരും താഴെ ഇരിക്കുമ്പോ ഭയങ്കര നോയിക്കോട്ടോ. ജിബിനെ കാണില്ല. ശരിക്കും പണ്ടത്തെ ഒരു വീട്. അതെ കൊച്ചു നമുക്ക് ഇത് സെലക്ഷൻ നടത്താം. തുണിയല്ലല്ലോ. അയ്യോ അത് ആറപ്പുറയില വെക്കുന്നേ. നമുക്ക് ഇത് മറ്റേ പുറത്ത് തന്നെ വെക്കാം. അപ്പത്തേക്കും നമ്മുടെ ആ സെയിം വീഡിയോയുടെ കണ്ടിന്യൂഷൻ വിടാലോ. എന്ത് അല്ല നീ പറയേണ്ടത്, നീ ഏതെങ്കിലും പറഞ്ഞോ? നേടലൊന്നും ഇല്ലല്ലോ അല്ലേ? റൂം നമ്പർ 1 എന്ന് പറയുമ്പോ നീ എന്റെ പേര് പറയണം. അങ്ങനല്ല. ഓക്കെ, ഞാൻ ആദ്യത്തെ മൂവി നമ്പർ പറയാൻ പോവാ. ഓക്കെ, റൂം നമ്പർ 3 പറഞ്ഞോ. ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. പറയല്ലേ, അത് പറയാൻ പാടില്ല. ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല, അത് കുഴപ്പമില്ല കുഴപ്പമില്ല. ഇല്ല, അത് വ്യത്യാസം ഡസൻ മേക്ക് എനി ഡിഫറൻസ്. അടുത്തത് അടുത്ത മുറി വെക്ക്. ഞങ്ങക്ക് നിങ്ങൾ അവിടെ ഒരു ദിവസം ഓ വീക്കെൻഡ്സ്. അടുത്ത ദിവസം ഇങ്ങനെ തന്നെ. അതെ അതെ ആ അത് ശരിയാ. ഓക്കെ ഓക്കെ ഐഡിയ അല്ലേ, എല്ലാ ദിവസവും അവർ ക്ലീൻ ചെയ്യും. ഓക്കെ ഓക്കെ ആ അപ്പൊ അത് ഓക്കെ 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 അതൊക്കെ. കോംപ്രമൈസ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് ഇവിടുത്തെ ഒരു കോമൺ റൂമാണ്. ഡൈനിങ് ടേബിളും TV ഒക്കെ ആ റൂമിലാണ് ഉള്ളത്. ഈ വീട് റിയാദ് ബൈ എലീന എന്നും പറഞ്ഞ Airbnb ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഒരു കെയർ ടേക്കർ ഉണ്ട്. പുള്ളിക്കാരിയുടെ മോനാണ് അവിടെ ഇരിക്കണേ ബിസ്ക്കറ്റ് വെച്ചിട്ട്. ഈ കെയർ ടേക്കർ വന്നിട്ടാണ് നമുക്ക് ഡോറൊക്കെ തുറന്നു തന്നത്. പിന്നെ അവരെല്ലാ ദിവസവും രാവിലെ വരും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. ഇന്നിപ്പം വെൽക്കം ചെയ്യാനായിട്ട് പുള്ളിക്കാരി ഞങ്ങൾക്ക് മൊറോക്കൻ ടീ ഒക്കെ ഉണ്ടാക്കി തന്നു. Yeah. എടുക്കുക ഫിനിഷ്. ചായ ചായ
Cheers വെച്ച് ഞാൻ വാ ഇറങ്ങി വാ. ഇപ്പൊ തട്ടി വീണ, ഇപ്പൊ അടിച്ചതിൽ വീണ. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ വീട്ടിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഫുട്ബോളൊക്കെ കളിച്ചു. അവരോട് ബൈ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലെ ആ ചേച്ചിയും കുട്ടിയും ഇറങ്ങി അവരുടെ വീട്ടിലോട്ട് സ്കൂട്ടറിൽ പോയി. ഞങ്ങൾ നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ കസബ എന്ന് പറഞ്ഞ ഏരിയ ആണ് മരക്കേഷിലെ. അതൊരു ഫോർട്ടിഫൈഡ് ഡിസ്ട്രിക്റ്റ്, അതായത് ഇങ്ങനെ കോട്ടമതിൽക്ക് ഉള്ളിൽ കുറച്ച് വീടുകളും മാർക്കറ്റും ഒക്കെ ഉള്ളൊരു ഇച്ചിരി കൂടി ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ്. ഈ ഏരിയയൊക്കെ നടക്കുമ്പോൾ എനിക്ക് ഖത്തറിലെ സൂക്ക് വാക്കിഫൊക്കെ ഓർമ്മ വരുമായിരുന്നു. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഇങ്ങനെ നമുക്ക് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിലെ ആദ്യത്തെ ബാർഗെയിനിങ് സ്കിൽസൊക്കെ ശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കടയിലാണ് കയറിയത്. കടയുടെ ഓണർ ഒരു പ്രൈസ് പറഞ്ഞു, നമ്മൾ ആ പ്രൈസിൻ്റെ 1/3 പറഞ്ഞു. കടയുടെ ഓണർ പറഞ്ഞു തരില്ല, പറ്റില്ല, നിങ്ങൾ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പതുക്കെ നീങ്ങി. ഞങ്ങൾക്കപ്പം ഇന്ന് ഷവർമ റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. പോക്കറ്റില് ഫ്രെയിം ചെയ്ത് വെച്ച മാല, നമ്മുടെ ബെഡ്റൂമിൽ ഫ്രെയിം ചെയ്ത മാല. നമ്മളപ്പോൾ ഇപ്പം ഷവർമ കഴിച്ച പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ കടയാണ്. ഇവിടെ ഹെർബോളജിസ്റ്റാണ്. ക്രീമും നല്ല സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. വന്ന് കയറുമ്പം തന്നെ ഒരു വിക്സിൻ്റെ മണം. ഓ, വെൽക്കം ടു 10,000 സ്പൈസസ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, നട്ട്സൊക്കെ. It's good for memory, it energy as well. It gives energy. This is digestion. ഞങ്ങളിപ്പം കയറി ചെന്നേക്കണത് ഒരു മൊറോക്കൻ ആയുർവേദ കടയാണെന്ന് ഈ പുള്ളിക്കാരിയുടെ സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, 1000 സാധനങ്ങളുണ്ടാവും. ഓരോ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ടീകൾ, ബ്യൂട്ടി പ്രൊഡക്ട്സ്, എല്ലാം നാച്ചുറൽ സംഭവങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കണേ. ചെറുതായിട്ടൊരു നാപ്റ്റോൾ പരസ്യമൊക്കെ ഓർമ്മയും വന്നു കേട്ടോ. Thank you. I have like a small instruction about the product that we have. Yeah. You can have a sit. So, are you YouTuber? Yeah, trying to be. So, where are you from? From India. India. From you, but we came from We live in UK. You live in UK. Nice. And we're still talking about the hair. This is a hair perfume with, and this is for girls. Do you Oh, lipstick. Yes. Yeah. Did you see it before? We saw something. Yes. Yeah. We have it as like cube. Yeah. Okay. For Okay. you drop your finger with water and you rub inside. So you rub and you get a beautiful red color. Full lips and cheeks. It's, by the way, it's the powder of poppy flower. Okay. Wants to try? Okay. You can say ah. Lip balm. Then ഇത് മറ്റേ വായനാറ്റടിച്ച് പുള്ളിക്കാരി വീഴരുത്. it's also for chicks. ബ്ലഷ് വന്നു, ബ്ലഷ്. മദ്രസയിലേക്ക് കയറ്റും, ഇറങ്ങി പോടി. Here you go. You have a mirror.
ഞാൻ മോന്തക്കടി പോലും കൊണ്ടുപോയി നിൽക്കണ്ടല്ലോ. ഇന്നലെ കണ്ട പോലത്തെ. And of course, you can control if you want it just red or more darker. സെറ്റായി ഒയ്യോ സീൻ. Yeah, I'm gonna give you. Let me just bring it. പിന്നെ കണ്ടോ ഈടാണ് ചുമ്മാ ചുമ്മാ എടുക്കുക തന്നെയാണ്. വേദനപ്പെട്ട മതി. ഇന്ന് മറ്റേ മൊറോക്കോ ഡ്രസ്സും കൂടെ മഞ്ചോണ്ട് കേട്ടോ. ഫുൾ പരമ Is it gonna smudge? എന്നിട്ട് കട്ടുള്ള വേണം നീ പറയുന്നത് മനസ്സിലായില്ല. വീഡിയോക്ക് പോസ് ചെയ്യുവാണ് മൊത്തം ക്യാമറയാണ്. Now? ഇതെല്ലാം യൂട്യൂബിൽ വരുന്ന കേട്ടോ. Is it gonna smudge? No, it's not gonna smudge. How is it? Good? It's fine. Okay. തുപ്പിയോ? I'm gonna be careful. We're not. നമുക്കിതിലൊന്നും ആവശ്യമില്ല. അതെ. We're done. We're done. Please give her the. ഞങ്ങൾ അവിടുന്ന് ആ കടയിൽ 1 മണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയപ്പം അവിടെ ഒരു ATM മെഷീൻ ഇരിക്കുന്ന സ്പേസിൻ്റെ പുറകിലേക്കുള്ള ഒരു കുഞ്ഞി സ്ഥലം ഒരു ട്രാവൽ ഏജൻറ്റ് ഓഫീസാക്കി വെച്ചേക്കുക. അപ്പം ഞങ്ങളുടെ Day 3 ഞങ്ങൾ അറ്റ്ലസ് മൗണ്ടൻ പോകാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ട്രാവൽ ഏജൻറ്റിനോട് സംസാരിക്കാൻ വേണ്ടി കയറി. ഞങ്ങളുടെ ബാർഗൈനിങ് സ്കിൽസൊക്കെ അവിടെ പുറത്തെടുത്ത് ഞങ്ങൾക്ക് സൂപ്പർ ഡീൽസൊക്കെ കിട്ടി. അപ്പം ഞങ്ങളുടെ റെസ്റ്റ് ഓഫ് ദി ഡേയും പിന്നെ ഈ ഡീലിനെ പറ്റി അറിയാനും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.